بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാനിലെ റഹ്മത്തിന്റെ പത്തും മഗ്ഫിറത്തിന്റെ പത്തും നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അല്ലാഹു തആല റഹ്മത്ത് ലഭിക്കുന്ന, മഗ്ഫിറത്ത് കിട്ടിയ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രികളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അവസാനത്തെ പത്തിലെ 21-ാം രാവ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അല്ലാഹു തആല ആ ദിവസമായിരുന്നു ലൈലത്തുൽ ഖദ്റെങ്കിൽ ആ ലൈലത്തുൽ ഖദ്ർ ലഭിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ഇനി വരാനിരിക്കുന്ന ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദ്റെങ്കിൽ അത് പ്രതീക്ഷിക്കാനും അത് ലഭിക്കുന്നവരിലും അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രി ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രാത്രി ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും നഷ്ടപ്പെടുത്തൂല. അത്രയും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത്. ഒന്നോ രണ്ടോ അല്ല, 1000 മാസം ഇബാദത്ത് ചെയ്ത, 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലം, ഏകദേശം 83 കൊല്ലവും 4 മാസവും ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അതല്ലേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്? ആ ഒരു രാത്രിക്ക് വേണ്ടിയല്ലേ ഞാനും നിങ്ങളും വെയിറ്റ് ചെയ്യുന്നത്? ആ ഒരു രാത്രിക്ക് വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നത്? ഏതായിരുന്നാലും വരാനിരിക്കുന്ന ഒറ്റയിട്ട രാവുകള് ഈ പറയുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയവും രാത്രിയുമാണ് ആ പറയപ്പെട്ടതായ രാത്രികൾ. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത്, ധാരാളം ഖുർആൻ ഓതി അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കറിയാം ഈ ലൈലത്തുൽ ഖദ്റിന്റെ അവസാനത്തെ 10 എത്തിയാൽ വീട്ടിലെ ഉമ്മമാർക്ക്, വീട്ടിലെ പെങ്ങന്മാർക്ക്, വീട്ടിലെ ജ്യേഷ്ഠാനുചരന്മാർക്ക്, ഉപ്പക്ക്, ഉമ്മക്ക്, ഇങ്ങനെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവേശം വരുന്നത് പെരുന്നാളിലേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാത്രികളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും തോന്നുന്നത് റമദാനിലെ അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങന്മാരുടെ അഥവാ സ്ത്രീകളുടെ വെളിവാളം വരികയാണ്. പാവപ്പെട്ട ഉപ്പമാർക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠാനുചരന്മാർക്ക് വെളി വരികയാണ്. എന്തേ, ഡ്രസ്സ് എടുക്കണ്ടേ? സമയമായില്ലേ? പെരുന്നാളാവാനായില്ലേ? കുട്ടികൾ ചോദിക്കുന്നുണ്ട്, കുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ നാം ആ ലൈലത്തുൽ ഖദ്റിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ചില ഉമ്മമാര് മുന്നിൽ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഒരു ദിവസം മുമ്പേ എന്താ ചെയ്യണം? ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നാം അങ്ങാടി തണ്ടാൻ പോവരുത്, അങ്ങാടിയിൽ ഇറങ്ങാൻ പോവരുത്. നമ്മുടെ ജീവിതം ഒന്ന് സംശുദ്ധമാക്കി എടുക്കാനാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഉള്ളത്. ആ രാത്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഡ്രസ്സ് എടുക്കൽ കൊണ്ട് ആ പെരുന്നാളിന് മാത്രമേ ആ ഡ്രസ്സ് ഇട്ട് ആഘോഷിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയല്ല. ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ 83 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് അല്ലാഹു തആല നൽകുന്നത് എങ്കിൽ എന്തുകൊണ്ട് നാം അതിനു വേണ്ടി ശ്രമിച്ചുകൂടാ? പള്ളിയിലേക്ക് വന്ന് ഇഅ്തികാഫ് ഇരുന്നുകൂടാ? എന്തുകൊണ്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് തസ്ബീഹ് നിസ്കരിച്ചുകൂടാ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തിന് പേടിക്കണം നമ്മുടെ ജീവിതത്തിൽ? ചിലപ്പോൾ പലരും പറയുന്നതാണ്, വിഷമങ്ങളാണ് ഉസ്താദെ,
പ്രയാസങ്ങളാണ് ഉസ്താദെ, ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, വീടില്ല, പ്രയാസങ്ങളാണ്, സങ്കടങ്ങൾ പറയുന്നു. ഇങ്ങനെ സങ്കടങ്ങൾ വരുന്നു, എവിടെ നിന്ന് പ്രയാസങ്ങൾ വരുന്നു? ആ പ്രയാസങ്ങളൊക്കെ നീക്കാനാണ് പരിശുദ്ധമായ റമദാൻ നബിയിലേക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതും ആ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിൽ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹ് കൈ മലർത്തി വിടുകയില്ല, കൈ തട്ടുകയില്ല. അല്ലാഹു തആല നമുക്ക് വേണ്ടതെല്ലാം, വേണ്ട എല്ലാ ഖൈറുകളും അല്ലാഹു തആല നമുക്ക് നൽകും. അതിനു വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് നാം സജ്ജമാക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഈ രാത്രിയിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ലൈലത്തുൽ ഖദർ ഒരു മനുഷ്യനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരിൽ പെട്ടവനാണ്. നിങ്ങൾ അറിയില്ലേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് തന്നെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോ അവിടുത്തെ അനുയായികള് എല്ലാ ദിവസവും ലൈലത്തുൽ ഖദർ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എല്ലാ മാസവും റമദാൻ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോ സഹാബിമാരും അങ്ങനെയാണ് ചിന്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, റമദാനിലെ അവസാനത്തെ 10 വരുമ്പോ നാം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സമയം ചെലവഴിക്കരുത്. ഡ്രസ്സ് എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി അല്ലാത്ത രാത്രികളിൽ നിങ്ങൾ ഡ്രസ്സ് എടുത്തോളൂ, കുട്ടികൾക്ക് വേണ്ട എല്ലാ ഒത്താശയങ്ങളും ചെയ്തു കൊടുത്തോളൂ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അത് ചെയ്യുന്നതിന്റെ അപ്പുറത്ത് തറാവീഹ് ഒഴിവാക്കരുത്, വിത്ർ ഒഴിവാക്കരുത്, തസ്ബീഹ് ഒഴിവാക്കരുത്, ദിക്റുകളും സലാത്തുകളും ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കിയാൽ ഈ റമദാനിൽ ഞാനും നിങ്ങളും 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ അനുഷ്ഠിച്ചതായ നോമ്പ് എവിടെ പോകുന്നു? നാം ചെയ്ത സൽക്കർമ്മങ്ങൾ എവിടെ പോയി? ഒരിക്കലും തന്നെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അത് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷ്മമായി ഉണ്ടാവണമെങ്കിൽ അതേ നാം റമദാനിൽ ചെയ്യേണ്ടതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ നല്ല ദിവസങ്ങൾ വരുമ്പോ അവൻ അങ്ങാടി ചുറ്റുകയാണ്, കടകൾ കയറി ഡ്രസ്സുകൾ പരുതുകയാണ്, കിട്ടിയില്ലെങ്കിൽ മറ്റൊരു കടയിലേക്ക് കയറുകയാണ്. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ നാം വേസ്റ്റാക്കി കളയുന്നു. അതിൽ നിന്ന് നാം മാറി നിൽക്കണം, നല്ലത് മാത്രം പ്രവർത്തിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരിമാർ ഡ്രസ്സിന്റെ കടകളിലേക്ക് പോയി അവിടെ പാവപ്പെട്ട നോമ്പനുഷ്ഠിച്ച് അങ്ങേയറ്റം ക്ഷീണിച്ച തൊഴിലാളിമാർ അവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു തരുന്നു. ഒരുപാട് ഡ്രസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വിതറിത്തരികയാണ്. ഏതാ വേണ്ടത് ഒന്നും ഇഷ്ടപ്പെടാതെ ആ ഇട്ടെറിഞ്ഞതായ, ആ ടാബലിൽ നിറച്ചതായ പുതിയതായ വസ്ത്രങ്ങൾ ആരും മേടിക്കാതെ ആ കടയിൽ നിന്ന് തിരിച്ചു വന്നാൽ ആ എടുത്തു വെക്കാൻ ശ്രമിക്കുന്ന, പ്രയാസപ്പെടുന്ന ആ നോമ്പുകാരായ തൊഴിലാളിമാർക്ക് എത്ര സങ്കടങ്ങൾ ഉണ്ടാകുന്നു, എത്ര പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതിന് കാരണക്കാര് നാം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തിന്റെ കനം കുറയുകയാണ്, ഇബാദത്തിന്റെ കട്ടി കുറയുകയാണ്. അത് കാരണമായി നമ്മുടെ ഇബാദത്തിൽ നിന്നും ഒരൽപ്പം അതിന്റെ പ്രതിഫലം നാം ആരെയാണോ പ്രയാസപ്പെടുത്തുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹ് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണം ഉമ്മമാരെ നമ്മുടെ ഇബാദത്തിന്റെ ആ പ്രതിഫലം മറ്റുള്ളവർക്ക് നാം എന്തിനു കൊടുക്കണം? അതേപോലെ തന്നെ നാം ഒരുപാട് നോമ്പെടുക്കുന്നു, ഒരുപാട് നിസ്കരിക്കുന്നു, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, സദഖകൾ ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നാം
വിട്ടുകൊടുക്കാൻ പാടില്ല. അതെങ്ങനെ ഉസ്താദേ നമ്മുടെ അമലുകളൊക്കെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്? നീ മറ്റുള്ളവന് ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നീ പറഞ്ഞു നടന്നാൽ, നിന്റെ ഇബാദത്ത് നീ ആരെയാണോ കുറിച്ച് പറഞ്ഞത്, ആരെക്കുറിച്ചാണോ പറഞ്ഞത്, അവന്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹ് നൽകുകയാണ്, അല്ലാഹു തആല ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് വേണ്ടാത്ത ഒരു പ്രവർത്തനങ്ങളും നടത്തണ്ട, വേണ്ടാത്ത ഒരു തെറ്റുകളിലേക്കും നാം പോവണ്ട, നമ്മുടെ ഇബാദത്തുകളെയൊന്നും നിങ്ങൾ കൊന്നുകളയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. സാധാരണയായി നമ്മിൽ നിന്ന് വരുന്ന ഒരുപാട് പിഴവുകൾ, ആ പിഴവുകളൊക്കെ അല്ലാഹു തആല മാറ്റി ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ധാരാളം ദിക്റുകൾ ചൊല്ലണം, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് എന്നുള്ള ഈ ദിക്ർ ധാരാളമായി ചെയ്യുക, ധാരാളമായി ചൊല്ലുക. ചൊല്ലി 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 അവസാനം അല്ലാഹു തആല നമ്മുടെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരുമ്പോ നാം ഒക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഈ റമദാൻ വന്നതുകൊണ്ട് നാം രക്ഷപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹു തആല അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ പെടുത്തണേ റഹ്മാനേ. അതുകൊണ്ട് സമയങ്ങൾ ആരും വേസ്റ്റാക്കി കളയണ്ട. ആർക്കും പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നിലക്ക്, ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത നിലക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.